Hello friends, welcome to Gleanly Presents Victory Lab. 2026 RRB undergraduate aspirants വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ ത്രൂ 2026 RRB NTPC ഗ്രാജുവേറ്റ് പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഈ സീരീസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 16/3/2026 തേർഡ് ഷിഫ്റ്റ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരും എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. In which of the following states is the Baishagu festival celebrated by the Boro Kacharis in the month of April? ഏപ്രിൽ മാസത്തിൽ ബോറോ കച്ചാരീസ് എന്ന് പറയുന്ന ട്രൈബ്സ് വൈശാഖു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ക്വസ്റ്റ്യൻസ്. സോ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ആസാമാണ്. ഓക്കെ, ആസാമിലാണ് ബോറോ കച്ചാരീസ് വൈശാഖു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. Which organization was the implementing agency for the National Agricultural Insurance Scheme NICE launched in 1919? 1999 ലോഞ്ച് ചെയ്ത നാഷണൽ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് സ്കീം അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൻ്റെ ഉത്തരം അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഓക്കെ, AIC ആണ് നാഷണൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് സ്കീമിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി. ദ F2 ജനറേഷൻ ഓഫ് മോണോഹൈബ്രിഡ് ക്രോസ് ടിപ്പിക്കലി ഷോസ് വിച്ച് ഫീനോടിപ്പിക് റേഷ്യോ? ഓക്കെ, നമ്മൾ ബയോളജിയിൽ മോണോഹൈബ്രിഡ് ക്രോസ് അതുപോലെ ഡൈഹൈബ്രിഡ് ക്രോസ് ഒക്കെ പഠിക്കാറുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസ് നോക്കുന്ന സമയത്ത് പാരൻസ് നമ്മൾ എടുക്കുന്നത് ടോൾ അതുപോലെ തന്നെ ഡോർഫ് ഇതെന്ന് പറയുന്ന ടോൾ പ്ലാന്റ് ആയിരിക്കും. അതുപോലെ ഇതെന്ന് പറയുന്ന ഡോർഫ് പ്ലാന്റ് ആയിരിക്കും. അതിൻ്റെ ജീൻസ് ആണ് ഈ TT, ക്യാപിറ്റൽ TT ടോളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, സ്മോൾ TT ഡോർഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ജീൻ എടുക്കുന്ന സമയത്ത്, അതായത് ഇതിൻ്റെ ഗ്യാമേറ്റ്സ്, ജീനല്ല ഐ മീൻ ഇതിൻ്റെ ഗ്യാമേറ്റ്സ് എടുക്കുന്ന സമയത്ത് ഇതിലൊരു ഗ്യാമേറ്റ് കാണും, ഇതിൽ ഡോർഫിൻ്റെ ഒരു ഗ്യാമേറ്റ് കാണും. ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അഥവാ ഇത് പോളിനേഷൻ സംഭവിക്കുന്ന സമയത്ത് ഈ ടീയും കൂടെ ചേർന്നിട്ട് ഒരു ടീം, ക്യാപിറ്റൽ ടീയും സ്മോൾ ടീയും ഉള്ളൊരു ഗ്യാമേറ്റിനെയാണ് നമുക്ക് കിട്ടുന്നത്. ഐ മീൻ ഗ്യാമേറ്റ് അല്ല, ഒരു പ്ലാന്റിനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ടോൾ തന്നെയായിരിക്കും. കാരണം ടോൾ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡൊമിനൻ്റ് ആണ്. ഡോർഫ് എന്ന് പറയുന്നത് റെസസീവ് ക്യാരക്ടറാണ്. അപ്പം ഇതിൻ്റെ ഫിസിക്കലി ഇത് ടോൾ പ്ലാന്റ് ആയിരിക്കും, പക്ഷേ ജീനോട്ടിപ്പിക്കലി ഇതിന് ടീം സ്മോൾ ടീ ആണ് ഉണ്ടാവുക. ഇനി ഇതാണ് F1 ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് F1 ജനറേഷൻ എന്ന് പറയുന്നത്. T എന്ന് പറയുന്നതാണ് ഇതിൻ്റെ F1 ജനറേഷൻ. ഇനി F2 ജനറേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. F2 ജനറേഷൻ നോക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഒരു TT ആയിരുന്നു. ഓക്കെ, ക്യാപിറ്റൽ T സ്മോൾ T ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ക്യാപിറ്റൽ T സ്മോൾ T, അങ്ങനെ രണ്ട് പ്ലാന്റുകൾ എടുത്തിട്ട് അതിനെ സെൽഫ് പോളിനേഷൻ ചെയ്യും. ഇതാണ് പാരൻറ്റ്. സെൽഫ് പോളിനേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഗ്യാമേറ്റ് എന്ന് പറയുന്നത് ഒരു T കാണും, അതുപോലെ ഒരു സ്മോൾ T കാണും, ഇവിടെ ഒരു ക്യാപിറ്റൽ T കാണും, ഇവിടെ ഒരു സ്മോൾ T കാണും. ഇതും കൂടെ ചേർന്നൊരെണ്ണം ഉണ്ടാവും, ഇതും കൂടെ ചേർന്നൊരെണ്ണം ഉണ്ടാവും, ഇതും കൂടെ ചേർന്നൊരെണ്ണം. സോറി, ഇത് നേരെ വരയ്ക്കാം, വരച്ചതിൻ്റെ പ്രശ്നമാണ്. ഇതും ചേർന്നൊരെണ്ണം ഉണ്ടാവും. അതുപോലെ തന്നെ ഇതും ചേർന്നൊരെണ്ണം ഉണ്ടാവും, ഇതും ചേർന്നൊരെണ്ണം ഉണ്ടാവും, ഇതും ചേർന്നുണ്ടാവും. ഇതും കൂടെ ചേർന്നിട്ടുണ്ടാവുന്ന ക്യാപിറ്റൽ T ആയിരിക്കും. ഇതും ആണെങ്കിൽ ക്യാപിറ്റൽ T സ്മോൾ T, ഇതും ആണെങ്കിൽ അഗെയിൻ ക്യാപിറ്റൽ T സ്മോൾ T, ഇതും ആണെങ്കിൽ സ്മോൾ T. ഇങ്ങനെ 4 എണ്ണമാണ് ഉണ്ടാവുന്നത്. ഇത് ഫീനോട്ടിപ്പിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ T ഉണ്ട്, ഇവിടെയും ക്യാപിറ്റൽ T ഉണ്ട്, ഇവിടെയും ക്യാപിറ്റൽ T ഉണ്ട്, ഇവിടെ സ്മോൾ Tകൾ മാത്രമേ ഉള്ളൂ. സോ ഇതെല്ലാം എന്തായിരിക്കും? ടോൾ പ്ലാന്റ്സ് ആയിരിക്കും. ഈ 3 എണ്ണം ടോൾ പ്ലാന്റ്സ് ആയിരിക്കും, ഇത് മാത്രം ഡോർഫ് ആയിരിക്കും. അപ്പോൾ 3:1 ആണ് ഫീനോട്ടിപ്പിക് റേഷ്യോ ഓഫ് F2 ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജീനോട്ടിപ്പിക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു TT ഉള്ള ഒരു ജീനുണ്ട്, ഒരു ഗ്യാമേറ്റ് ഉണ്ട്, പ്ലാന്റ് ഉണ്ട്. ദെൻ Tയും സ്മോൾ T ഉള്ള ഒരു പ്ലാന്റ് ഉണ്ട്, എഗെയിൻ ക്യാപിറ്റൽ T സ്മോൾ T ഉള്ള ഒരെണ്ണം ഉണ്ട്, പിന്നെ സ്മോൾ T ഉള്ള ഒരെണ്ണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോ എടുക്കുകയാണെങ്കിൽ 1:2:1 ആയിരിക്കും. ഓക്കെ, 1 ഇത് 2:1 അങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്നത് ഫിനോട്ടിപ്പിക് റേഷ്യോ ആണ്. ഫിനോട്ടിപ്പിക് റേഷ്യോ ഓഫ് F2 ജനറേഷൻ എന്ന് പറയുമ്പോൾ 3:1. ഓക്കെ, which computer application is mainly used for booking railway tickets and flight reservations? Education, റിസർവേഷൻ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഫ്ലൈറ്റ് റിസർവേഷൻ ആയതുകൊണ്ട് തന്നെ റിസർവേഷൻ സിസ്റ്റം. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ
ഡസ് ദ സുപ്രീം കോർട്ട് ഹാവ് ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ? ജുഡീഷ്യൽ റിവ്യൂ സുപ്രീം കോർട്ടിൻ്റെ ഏത് ആർട്ടിക്കിളിന് അണ്ടറിലാണ് വരുന്നതാണ് ചോദ്യം. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ റിട്ടുകളാണ് പറയുന്നത്. ആർട്ടിക്കിൾ 32 ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ആർട്ടിക്കിൾ 30 നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതുപോലെ അഡ്മിനിസ്റ്റർ ചെയ്യാനും, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൈനോറിറ്റീസിന് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 72 എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റിന്റെ പാർഡണിങ് പവറാണ്. അതായത് ആരെങ്കിലുമൊക്കെ ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? പാർഡൺ ചെയ്യാൻ പറ്റും. അതാണ് പാർഡണിങ് പവർ. അതുപോലെ തന്നെ 124 എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് സുപ്രീം കോർട്ടാണ്. ഓക്കെ, വിച്ച് കോർട്ട് ഈസ് കൺസിഡേർഡ് ദ ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റി ഇൻ എ ഡിസ്ട്രിക്ട്? ഒരു ഡിസ്ട്രിക്റ്റിലെ ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റി ഏതാണെന്നാണ് ഇത്തരം ഡിസ്ട്രിക്ട് കോർട്ടാണ്. ഫാമിലി കോർട്ട് അഥവാ കുടുംബ കോടതി എന്ന് പറഞ്ഞാൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്യാനുള്ളതാണ്. അതായത് മാരേജ്, ഡൈവോഴ്സ്, അതുപോലെ പ്രോപ്പർട്ടിയുടേത്, കുടുംബ വഴക്ക് കാര്യങ്ങളൊക്കെ. ഇനി മുൻസിഫ് കോടതി എന്ന് വെച്ചാൽ സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഏറ്റവും ചെറിയ കോടതിയാണ് മുൻസിഫ് കോർട്ട് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ വാല്യൂ കേസസ് ആണ് മുൻസിഫ് കോർട്ട് നോക്കുന്നത്. ഹൈക്കോർട്ട് അറിയാമല്ലോ, സ്റ്റേറ്റിലെ ഏറ്റവും വലിയ കോർട്ടാണ് ഹൈക്കോർട്ട്. ഓക്കെ, ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ വേർ പാർട്ടിക്കിൾസ് ആർ ഫാർ അപ്പാർട്ട് ആൻഡ് മൂവ് റാൻഡംലി ആൻഡ് ക്വിക്ലി ഈസ് ദ? ഏത് സ്റ്റേറ്റിലാണ് മാറ്ററിൻ്റെ ഏത് സ്റ്റേറ്റിലാണ് പാർട്ടിക്കിൾസ് ദൂരം അകലം കൂടുതലുള്ളത് അതുപോലെ ഭയങ്കര റാൻഡമായിട്ടും ക്വിക്കായിട്ടും മൂവ് ചെയ്യുന്നതാണ് ചോദ്യം. ലിക്വിഡ്, ഗ്യാഷ്യസ്, പ്ലാസ്മ, സോളിഡ്. ഇതിൻ്റെ ആൻസർ തന്നെ ഗ്യാഷ്യസ് ആണ്. കാരണം നമുക്കറിയാം ഗ്യാസിൽ പാർട്ടിക്കിളുകൾ വളരെ അധികം ദൂരെയാണ്, അതുപോലെ തന്നെ അത് ഭയങ്കരമായിട്ട് മൂവും ചെയ്യും. അത്രയും ദൂരെ ആയതുകൊണ്ട് തന്നെ ഹൈ എനർജി ഉള്ളതാണ്. ലിക്വിഡ് കുറച്ചും കൂടി ഇൻടാക്റ്റ് ആയിരിക്കും. സോൾഡ് ആണെങ്കിൽ കുറച്ചും കൂടി എന്തായിരിക്കും? കൺഫൈൻഡ് സ്പേസിലിരിക്കും. വളരെ മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും. അതുപോലെ പാർട്ടിക്കിൾ തമ്മിലുള്ള അകലവും വളരെ കുറവായിരിക്കും സോൾഡിൽ. പ്ലാസ്മ അഗെയിൻ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് ദ മാറ്ററാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. സോൾഡ്, ലിക്വിഡ്, ഗ്യാസ് കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്മയാണ്. പ്ലാസ്മയിലും ഇതുപോലെ റാൻഡംലി ക്വിക്ലി മൂവ് ചെയ്യും. പക്ഷേ നമ്മൾ ജനറലി 3 സ്റ്റേറ്റ് ഓഫ് മാറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ ഗ്യാസ് തന്നെയാണ് ഇതിൽ ഉത്തരമായിട്ട് വരുന്നത്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഗ്യാസ് ആണ്. പ്ലാസ്മയേക്കാൾ കൂടുതൽ വേഗത്തിൽ മൂവ് ചെയ്യുന്നതും ഗ്യാസിൽ തന്നെയാണ്. പ്ലാസ്മയിൽ കുറച്ചും കൂടി അയണൈസ്ഡ് ആയിരിക്കും പാർട്ടിക്കിളുകൾ. ഹൈലി നല്ല ടെമ്പറേച്ചർ ഉള്ളതായിരിക്കും. ഭയങ്കര ടെമ്പറേച്ചറും അതുപോലെ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളതായിരിക്കും പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയൽ സ്ക്രോൾ പെയിൻറ്റിംഗ് ബിലോങ്സ് ടു വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ചെറിയൽ സ്ക്രോൾ പെയിൻറ്റിംഗ് ഏത് സ്റ്റേറ്റിൻ്റെ ആണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ തെലുങ്കാനയാണ്. ഓക്കെ, തെലുങ്കാനയിലെ ഒരു ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ് ചെറിയൽ സ്ക്രോൾ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. എ സ്റ്റുഡൻറ്റ് വാണ്ട്സ് ടു ലൊക്കേറ്റ് എ വേർഡ് ഇൻസൈഡ് എ PDF. വിച്ച് ഷോർട്ട് കട്ട് ഹെൽപ്സ്? ഓക്കെ, ഫൈൻഡ് ആണ് ചോദിച്ചേക്കുന്നത്. ഫൈൻഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് Ctrl+C നമുക്കറിയാം എന്താണ്? കോപ്പിയാണ്. Ctrl+F ആണ് ഫൈൻഡ് PDF-ൽ. Ctrl ടാബ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കുറേ ടാബുകൾ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഏതിലാണെങ്കിലും, ഇപ്പം PDF-ലാണെങ്കിലും വെബ് ബ്രൗസറിലൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ വിൻഡോസിൽ ഓപ്പൺ ആക്കി വെച്ചൊക്കെയാണെങ്കിൽ അത് തമ്മിൽ സ്വിച്ച് ചെയ്യാൻ, അങ്ങോട്ട് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യാനാണ് Ctrl+Tab നമ്മൾ യൂസ് ചെയ്യുന്നത്. Ctrl+V ആണെങ്കിൽ പേസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം Ctrl+F. Before each general election to the House of the People or to a state legislative assembly, the president may appoint regional commissioners after. ആരെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് റീജിയണൽ കമ്മീഷണേഴ്സിനെ നമ്മുടെ പ്രസിഡന്റ് ഈ ഒരു ജനറൽ ഇലക്ഷൻ ടു ദ ലോക്സഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കൊക്കെയുള്ള ജനറൽ ഇലക്ഷന് മുമ്പായിട്ട് ആരുടെ റെക്കമെൻഡേഷന് ശേഷമാണ്, കൺസൾട്ടേഷന് ശേഷമാണ് പ്രസിഡന്റ് റീജിയണൽ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് ചോദ്യം. കൺസൾട്ടേഷൻ വിത്ത് സ്പീക്കർ ഓഫ് ദ ലോക്സഭ, കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, കൺസൾട്ടേഷൻ വിത്ത് ദ ഇലക്ഷൻ കമ്മീഷൻ, കൺസൾട്ടേഷൻ വിത്ത് ദ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ഇതിൻ്റെ ആൻസർ കൺസൾട്ടേഷൻ വിത്ത് ദ ഇലക്ഷൻ കമ്മീഷണർ. ഇലക്ഷൻ കമ്മീഷണറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രസിഡന്റ് റീജിയണൽ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ഇലക്ഷൻ കമ്മീഷണറിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324 to 329. ഓക്കെ, 324 to 329 വരെയാണ് ഇലക്ഷൻ കമ്മീഷണർ. പാർട്ട് നോക്കുകയാണെങ്കിൽ 15 ആണ് പാർട്ട്. In December 2025, India and Russia signed the RELOS agreement. What is the primary purpose of this agreement? Okay, RELOS agreement എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് സപ്പോർട്ടാണ്. അത് ഇന്ത്യയും റഷ്യയും തമ്മിൽ സൈൻ ചെയ്ത് അതിൻ്റെ പർപ്പസ് എന്താണെന്നാണ് ചോദ്യം. ടു പ്രൊമോട്ട് സിവിലിയൻ ടെക്നോളജി ഷെയറിംഗ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് റഷ്യ, ടു എസ്റ്റാബ്ലിഷ് ജോയിന്റ് അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റേഴ്സ്, ടു എൻഹാൻസ് എഡ്യൂക്കേഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് റഷ്യ,
ടു ഫെസിലിറ്റേറ്റ് റെസിപ്രോക്കൽ മിലിറ്ററി ലോജിസ്റ്റിക് സപ്പോർട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് റഷ്യ. ഓക്കെ, ഇതിൽ തന്നെ ഉണ്ട് റെസിപ്രോക്കൽ ലോജിസ്റ്റിക്, റിലോസ്. ലോസ് എന്ന് വെച്ചാൽ എന്താണ്? റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് സപ്പോർട്ട്. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതെന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മിലിറ്ററി പരമായിട്ടുള്ള ബേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, അതുപോലെ ടെക്നോളജികൾ ഷെയർ ചെയ്യുക, അതുപോലെ പോർട്ടുകൾ, എയർഫീൽഡ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനെയാണ് റിലോസ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സയൻറ്റിസ്റ്റ് ഗേവ് ദ കോൺസെപ്റ്റ് ഓഫ് അറ്റോമിക് മാസ്? അറ്റോമിക് മാസ് കോൺസെപ്റ്റ് തന്ന സയൻറ്റിസ്റ്റ് ഇതിലേതെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം ജോൺ ഡാൽട്ടൺ ആണ്. ഓക്കെ, ജോൺ ഡാൽട്ടൺ ആണ് അറ്റോമിക് മാസ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഏണസ്റ്റ് റൂദർഫോർഡ്, ഇത് ഈ ഒരു കോഡ് പഠിച്ചു വെച്ചോ, പെൻ ആർ ടി സി. എല്ലാവർക്കും അറിയാവുന്നതാണ് പെൻ ആർ ടി സി. എന്താണ് പെൻ ആർ ടി സി എന്ന് വെച്ചാൽ, പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ, ആൻഡ് ന്യൂട്രോൺ കണ്ടെത്തിയവരാണ് ചാഡ്വിക്ക്. ഓക്കെ, ഇതാണ് അതിൻ്റെ കോഡ്. ഇത്രയാണ് മെയിനായിട്ട് അതിനകത്തുള്ളത്. ഹു കമ്പോസ്ഡ് ദ പ്രയാഗ് പ്രശസ്തി അല്ലെങ്കിൽ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഡീറ്റെയിലിംഗ് ദ കോൺക്വസ്റ്റ്സ് ഓഫ് സമുദ്രഗുപ്ത? സമുദ്രഗുപ്തൻ്റെ കോൺക്വസ്റ്റുകൾ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള പ്രയാഗ് പ്രശസ്തി കമ്പോസ് ചെയ്തതാരെന്നാണ് ചോദ്യം. എൻ്റെ ഉത്തരം ഹരിസേനയാണ്. ഹരിസേനയായിരുന്നു സമുദ്രഗുപ്തൻ്റെ കോട്ടിലെ പോയിട്ട്. ഓക്കെ, അദ്ദേഹമാണ് ഈ പ്രയാഗ് പ്രശസ്തിയൊക്കെ ചെയ്യുന്നത്. വിശാഖദത്ത ആൻഡ് കാളിദാസ. കാളിദാസൻ നവരത്നത്തിൽപ്പെടുന്നതാണ്, വിക്രമാദിത്യൻ്റെ കോട്ടിലെ നവരത്നത്തിൽപ്പെടുന്നതാണ് കാളിദാസ. ചന്ദ്രഗുപ്ത സെക്കൻഡ് അഥവാ വിക്രമാദിത്യൻ്റെ കോട്ടിലെ പോയിട്ടാണ് കാളിദാസ. അതുപോലെ വിശാഖദത്തയും ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കോട്ടിലുണ്ടായിരുന്ന ഒരാളാണ്. ദെൻ പിന്നെയുള്ള ബാനഭട്ട. ഓക്കെ, ബാനഭട്ട എന്ന് പറയുന്നത് നമ്മുടെ ബാനഭട്ട ഒന്ന് നോക്കണം കേട്ടോ. ബാനഭട്ട ഐ തിങ്ക് ചന്ദ്രഗുപ്ത മൗര്യനല്ല, ബാനഭട്ട വന്നിട്ട് ഹർഷവർദ്ധനയുടെ കോട്ടിലെ പോയിട്ടാണ് ഹർഷവർദ്ധന. ഓക്കെ, ഹർഷവർദ്ധനയുടെ കോട്ടിലെ പോയിട്ടാണ് ബാനഭട്ട. ഓക്കെ, ദ ലീലതിലകം, എ 14th century treatise, played a significant role in establishing the classical status of which Indian language through its grammatical and poetic principle? ലീലതിലകം എന്ന് പറയുന്ന ഒരു ബുക്ക് 14ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു ബുക്ക് ഏത് ലാംഗ്വേജിൽ നിന്ന്, ഏത് ഇന്ത്യൻ ലാംഗ്വേജിൽ നിന്ന് വന്നതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം മലയാളത്തിലെ ബുക്കാണ് ലീലതിലകം. Who played the most significant military role in leading Nana Sahib's forces during the revolt of 1857 at Kanpur? കാൺപൂരിലെ 1857 റിവോൾട്ടിൽ നാനാ സാഹിബിൻ്റെ ഫോഴ്സിനെ ലീഡ് ചെയ്ത ആരാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ താന്തിയ തോപ്പയാണ്. താന്തിയ തോപ്പയാണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ഗുർല വാർഫെയർ ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അതിലൂടെ എന്ത് ചെയ്തു? നാനാ സാഹിബിൻ്റെ ഫോഴ്സസിനെ റിവോൾട്ട് ഓഫ് 1857 കാൺപൂരിൽ ലീഡ് ചെയ്തു. ബാജിറാവ് സെക്കൻഡ്, ദ ലാസ്റ്റ് പെഷവ ഓഫ് ഫാദർ ഓഫ് നാനാ സാഹിബ്. ഇത് കറക്റ്റാണ്, ബട്ട് ഇതിൻ്റെ ഉത്തരം ഇതല്ല. ബാജിറാവ് സെക്കൻഡാണ് നമ്മുടെ മറാത്തയിലെ ലാസ്റ്റ് പെഷവ. അതുപോലെ തന്നെ നാനാ സാഹിബിൻ്റെ അച്ഛനാണ്. നാനാ സാഹിബിനെ അഡോപ്റ്റ് ചെയ്തതാണ് ബാജിറാവ് സെക്കൻഡ് എന്ന് പറയുന്നത്. ദെൻ ബഹദൂർ ഷാ അറിയാം, ലാസ്റ്റ് നമ്മുടെ മുഗളിലെ ലാസ്റ്റ് കിങ് ആണ്. അതുപോലെ ഓക്കെ, അസിമുള്ള ഒന്നും വലിയ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് നോക്കി വെച്ചോ. ഓക്കെ, who jointly led the first ever no tax campaign against the British government in Bengal during the 1848 ഫറൈസി മൂവ്മെൻറ്റ് സമയത്ത് നോൺ ടാക്സ് ക്യാമ്പയിൻ എന്ത് ചെയ്ത് ലീഡ് ചെയ്തത് ആരൊക്കെയാണെന്ന്, അതായത് ഫറൈസി മൂവ്മെൻറ്റ് ലീഡ് ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. സോ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ശരിയത്തുള്ള ഖാനാണ് ദുദുമിയാനാണ്, അല്ലെങ്കിൽ ദദ്ദുമിയാൻ. ഓക്കെ, സിദ്ധു മുർമു കന്നു മുർമു സന്താൾ റെബലിയൻ ഓഫ് 1855 1855 സന്താൾ റെബലിയനാണ് നമ്മുടെ സിദ്ധു മുർമു കന്നു മുർമു. ദെൻ തിത്തുമുർ ആൻഡ് സയ്യദ് അഹമ്മദ് ബറേലി എടുക്കുകയാണെങ്കിൽ വഹാബി മൂവ്മെൻ്റ് ആണ്. വഹാബി മൂവ്മെൻറ്റ് ഓഫ് 1820 ആണ് തിത്തുമുർ ആൻഡ് സയ്യദ് അഹമ്മദ് ബറേലി. കുൻവർ സിംഗ് ആൻഡ് അമർ സിംഗ് എഗെയിൻ നമ്മുടെ ബീഹാറൊക്കെ റീജിയനിൽ, അതുപോലെ ഈസ്റ്റേൺ ഉത്തർപ്രദേശ് റീജിയനിലൊക്കെ 1857 റിവോൾട്ട് നോക്കിയവരാണ്, ലീഡ് ചെയ്തവരാണ് കുൻവർ സിംഗ് ആൻഡ് അമർ സിംഗ്. ഓക്കെ, Mr. ABCD wants to become a member of the Legislative Assembly. What is the minimum age prescribed in the Constitution of India so that he becomes a member of the Legislative Assembly? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മെമ്പർ ആവാനുള്ള പ്രായപരിധിയാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ആൻസർ 25 years ആണ്. പറഞ്ഞേക്കുന്ന ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 173 ബിയിലാണ്, ക്ലോസ് ബിയിലാണ് ഇതിനെപ്പറ്റി പറഞ്ഞേക്കുന്നത്. ഓക്കെ, 25 വയസ്സാണെന്നുള്ളത് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അഥവാ വിധാൻസഭയിൽ മെമ്പർ ആവാൻ വേണ്ടി. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 152 മുതൽ 237
ആർട്ടിക്കിൾ 152 മുതൽ 237 സ്റ്റേറ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളുകൾ. അതായത് സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് അതിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പറയുന്നത് 152 മുതൽ 237 അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഈ ഒരു കാര്യം. ഓക്കെ. According to the March 1997 agreement between RBI and the central government, which practice was discontinued with the effect from ഏപ്രിൽ 1, 1997. ഏപ്രിൽ 1, 1997 കൂടി നമ്മുടെ മാർച്ച് 1997 എഗ്രിമെന്റ് ബിറ്റ്വീൻ RBI ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് പ്രകാരം ഏത് പ്രാക്ടീസാണ് നിർത്തിയത്? ഓക്കെ, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പ്രാക്ടീസ് ഓഫ് ഇഷ്യൂയിങ് അഡ്ഹോക്ക് ട്രഷറി ബിൽസ് ആണ്. ഓക്കെ, അഡ്ഹോക്ക് ട്രഷറി ബിൽസിൻ്റെ ഉപയോഗമാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടീസാണ് നിർത്തിയത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ടൈം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ അഡ്ഹോക്ക് ട്രഷറി ബിൽ എന്ന് പറയുന്നത്. RBI സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കൊടുക്കുന്നതാണ്. അത് ഒരു 91 ദിവസം ഒരിക്കൽ അതിൻ്റെ കാലാവധി, ആ സമയം കൊണ്ട് തിരിച്ചടയ്ക്കണം. അപ്പം അതാണ് എന്ത് ചെയ്തത് ഈ ഒരു എഗ്രിമെൻറ്റിലൂടെ മാർച്ചിലെ 1997 മാർച്ചിലെ എഗ്രിമെൻറ്റിലൂടെ എന്ത് ചെയ്തത് നിർത്തലാക്കിയത്. According to 2025 Financial Tracking Services report by the United Nations Office for the Coordination of Humanitarian Affairs, which two contributors ranked higher than UAE in global humanitarian aid. ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് എന്ന് പറയുന്ന ഇതിനകത്ത് UAE കാട്ടിലും മുകളിൽ വന്ന 2 കോൺട്രിബ്യൂട്ടേഴ്സ് 2025 ഫൈനാൻഷ്യൽ ട്രാക്കിംഗ് സർവീസസ് റിപ്പോർട്ട് ബൈ യുണൈറ്റഡ് നേഷൻസ് ഓഫീസർ ഫോർ ദ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് പ്രകാരം ഏത് 2 രാജ്യങ്ങളാണെന്നാണ് ചോദ്യം. ഓക്കെ, UAE കാട്ടി മുകളിൽ വന്നത്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതുപോലെ യൂറോപ്യൻ യൂണിയനുമാണ്. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സും യൂറോപ്യൻ യൂണിയനുമാണ് UAE കാട്ടി മുകളിൽ വന്നത്. Which ISRO center will host the newly approved third launch pad by Union Cabinet in December 2025? ഡിസംബർ 2025 യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത 3ാമത്തെ ലോഞ്ച് പാഡ് ISROയുടെ സെൻറ്ററിലാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഓഫ് എവിടെ? ശ്രീഹരിക്കോട്ട തിരുപ്പതി ഡിസ്ട്രിക്റ്റിൽ ആന്ധ്രാപ്രദേശിലുള്ള ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലാണ് വരാൻ പോകുന്നത്. VSSC തിരുവനന്തപുരം തുമ്പ. ഓക്കെ, ദെൻ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ എവിടെയാണ്? അഹമ്മദാബാദ്, ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ആണെങ്കിൽ ഹൈദരാബാദ്, തെലങ്കാനയിലെ ഹൈദരാബാദിൽ. ഓക്കെ, വിച്ച് ഹിമാലയൻ റീജിയൻ ഹാസ് ഗ്രേറ്റർ ആൾട്ടിറ്റ്യൂഡിനൽ വേരിയേഷൻ? ആൾട്ടിറ്റ്യൂഡിനൽ വേരിയേഷൻ, അതായത് ഹൈറ്റ് വേരിയേഷൻ ഭയങ്കരമായിട്ട് കാണിക്കുന്ന ഹിമാലയൻ റീജിയനിൽ ഏത് ഹിമാലയൻ റീജിയൻ ആണെന്നാണ് ചോദ്യം. ഇതിന് ആൻസർ ഈസ്റ്റേൺ ഹിമാലയൻ റീജിയൻ ആണ്. അവിടെ ഭയങ്കരമായിട്ടുള്ള അബ്രപ്റ്റ് ആയിട്ടുള്ള മൗണ്ടെയിൻസും അതുപോലെ അവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നത് കൊണ്ടും ഇറോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് വളരെ അബ്രപ്റ്റ് ആയിട്ടാണ് അവിടുത്തെ മൗണ്ടെയിൻസ് കിടക്കുന്നത്. അതുകൊണ്ട് ആൾട്ടിറ്റ്യൂഡിനൽ വേരിയേഷൻ ഭയങ്കര ഹൈ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് റാങ്ക്സ് നമ്പർ 1 ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ റബ്ബർ ഇൻ ഇന്ത്യ ഇൻ 2023-24? 2023-24 കാലഘട്ടത്തിൽ നാച്ചുറൽ റബ്ബർ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത ഇന്ത്യയിലെ സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ കേരളമാണ്. ഓക്കെ, കേരളമാണ് ഏറ്റവും കൂടുതൽ റബ്ബർ പ്രൊഡ്യൂസ് ചെയ്തത് 2023-24 കാലഘട്ടത്തിൽ. In 2025, the second WHO Global Summit on Traditional Medicine officially began on 17 December in which city? ഡിസംബർ 17 2025 ഏത് സിറ്റിയിലാണ് WHO സെക്കൻഡ് ഗ്ലോബൽ സമ്മിറ്റ് ഓൺ ട്രഡീഷണൽ മെഡിസിൻ നടന്നതെന്നാണ് ചോദ്യം. ആൻസർ ന്യൂഡൽഹി. ഓക്കെ, അക്കോർഡിംഗ് ടു ദ പ്രയാഗ് പ്രശസ്തി, സമുദ്രഗുപ്ത ഈസ് കമ്പയർഡ് ടു വിച്ച് ഗോഡ് അസോസിയേറ്റഡ് വിത്ത് വെൽത്ത്? വെൽത്തുമായിട്ടുള്ള ഏത് ഗോഡുമായിട്ടാണ് സമുദ്രഗുപ്ത പ്രയാഗ് പ്രശസ്തിയിൽ കമ്പയർ ചെയ്യപ്പെട്ടേക്കുന്നത്? വെൽത്തിൻ്റെ ഗോഡ് ആരാണ്? കുബേര. നമുക്കെല്ലാവർക്കും അറിയാം. യമ എന്ന് വെച്ചാൽ ഗോഡ് ഓഫ് ഡെത്ത് ആണ്, വരുണ ഗോഡ് ഓഫ് ഓഷൻ അല്ലെങ്കിൽ വാട്ടർ ഒക്കെയാണ്, ഇന്ദ്ര എന്ന് വെച്ചാൽ ഗോഡ് ഓഫ് തണ്ടർ ലൈറ്റ്നിങ് റെയിൻ ഒക്കെയാണ്. ഓക്കെ, സോ കുബേരാണ് ഇതിൻ്റെ ആൻസർ. Who wrote the introductory essay to Sarojini Naidu's 1905 poetry collection, The Golden Threshold? സരോജിനി നായിഡുവിൻ്റെ ഗോൾഡൻ ത്രഷോൾഡ് എന്ന് പറയുന്ന 1905 ഇറങ്ങിയ പോയട്രി കളക്ഷൻ്റെ ഇൻട്രൊഡക്ടറി എസ്സേ എഴുതിയത് ആര്? ഇതിൻ്റെ ആൻസർ ആർത്തർ സൈമൺസ് ആണ്. ഓക്കെ, ആർട്ടിക്കിൾ ഡാഷ് ഡിസ്ക്രൈബ്സ് ദ പ്രൊസീജിയർ ഫോർ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റ് ഇൻ സർട്ടൻ കേസസ്. ജോയിൻറ്റ് സിറ്റിംഗ് ഏത് ആർട്ടിക്കിളാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ആൻസർ 108. ആർട്ടിക്കിൾ 108 ജോയിൻറ്റ് സിറ്റിംഗ് പറയുന്നത്. ആർട്ടിക്കിൾ 94 ആണെങ്കിൽ നമ്മുടെ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കറിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 115 104. ഓക്കെ, സോറി, ആർട്ടിക്കിൾ 104 പെനാൽറ്റി ഫോർ വോട്ടിങ്ങിനെ പറ്റി പറയുന്നതാണ്. അതായത്
ഓത്ത് ആൻഡ് അഫർമേഷൻ ഒന്നും എടുക്കാതെ കയറിയിട്ട് ഒരു മെമ്പർ നമ്മുടെ പാർലമെൻറ്റിൽ കയറി വോട്ടോ അതുപോലെ എന്തെങ്കിലും ജോയിൻറ്റ് സിറ്റിങ്ങിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റിങ്ങിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ പെനാൽറ്റി 500 റുപ്പീസ് പെനാൽറ്റി കൊടുക്കേണ്ടി വരും ഓരോ ദിവസവും. അതാണ് 104 പറയുന്നത്. 115 ആണെങ്കിൽ നമ്മുടെ സുപ്രീം കോർട്ടിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സുപ്രീം കോർട്ടില്ല, സപ്ലിമെൻ്ററി ഗ്രാൻഡ്സ്. ഓക്കെ, സപ്ലിമെൻ്ററി ഗ്രാൻഡ്സിനെ പറ്റിയാണ്. സുപ്രീം കോർട്ടിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഏതാണ്? 124. 115 എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ഗ്രാൻഡ്സ്. സപ്ലിമെൻ്ററി ഗ്രാൻഡ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റിനൊക്കെ അതുപോലെ സ്റ്റേറ്റിനും അതുപോലെ സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള സ്കീമുകൾക്കും ഒക്കെ എന്ത് ചെയ്യും? പൈസ കൊടുക്കും, ഗ്രാൻഡ് കൊടുക്കും. അപ്പോൾ ഇതുപോലുള്ള ഗ്രാൻഡുകൾ ഇപ്പം അഡീഷണൽ ഗ്രാൻഡ് ഒരു പ്രോജക്റ്റിന് ആവശ്യമാണ് എങ്കിൽ അങ്ങനെ എക്സസ് ഗ്രാൻഡ് പിന്നീട് കൊടുക്കുന്ന അതിനെയാണ് എന്ത് പറയുന്നത്? ഫണ്ട് ഇൻസഫിഷ്യൻ്റ് ആകുമ്പോൾ എക്സസ് ഗ്രാൻഡ് കൊടുക്കുന്നതിനെയാണ് സപ്ലിമെൻ്ററി ഗ്രാൻഡ്സ് എന്ന് പറയുന്നത്. അതാണ് ആർട്ടിക്കിൾ 115. ഓക്കെ, which of the following subjects are included in the union list under the 7th schedule of Indian Constitution? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7ാമത്തെ ഷെഡ്യൂൾ എന്താണ്? ഫെഡറൽ ലിസ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, ടിയേഴ്സ് ഓഫ് ഓൾഡ് ബി, അതിനകത്ത് ടിയേഴ്സ് ഓഫിൽ പറയുന്ന എഫ് ഫെഡറൽ ലിസ്റ്റ് ആണ്. അതിൽ എന്താണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഇതിൽ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, അത് നോക്കുവാണെങ്കിൽ ലോക്കൽ ഗവൺമെൻറ് മാർക്കറ്റ്സ് ഫെയർ ഇതൊക്കെ വരുന്ന ഏതിലാണ്? നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ലോക്കൽ ഗവൺമെൻറ് മാർക്കറ്റ്സ് ഫെയർ, അതുപോലെ നമ്മുടെ എന്താണ് പോലീസിങ്, പബ്ലിക് ഓർഡർ, അങ്ങനെയുള്ള കാര്യം, പബ്ലിക് ഹെൽത്ത്, ഇത് പബ്ലിക് ഹെൽത്ത്, അഗ്രികൾച്ചർ, പോലീസ്, ഇതും സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നതാണ്. അതുപോലെ പിലിഗ്രിമേജ്, ലിക്വർ, ഫിഷറീസ്, ബെറ്റിംഗ് ആൻഡ് ഗ്യാംബ്ലിംഗ് ഇതൊക്കെ വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഇനി എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, മാരേജ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത് വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അതുപോലെ തന്നെ ഡൈവോഴ്സ്, ബാങ്ക്രപ്സി, ഇൻസോൾവൻസി, ദെൻ ട്രേഡ് ആൻഡ് ലേബർ ഡിസ്പ്യൂട്ടുകൾ, ഇലക്ട്രിസിറ്റി, പിന്നെ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, ക്രിമിനൽ ലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ, ഇതൊക്കെ വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. ഫോറസ്റ്റൊക്കെ. ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, സിറ്റിസൺഷിപ്പ് ഏതിലാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, ഡിഫൻസ്, ആംസ് ആൻഡ് അമ്യൂണിഷൻസ്, അറ്റോമിക് എനർജി, സിറ്റിസൺഷിപ്പ്, എയർവേസ്, അതുപോലെ ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ദെൻ റെഗുലേഷൻ ഓഫ് ലേബർ ആൻഡ് മൈൻസ്, സെൻസസ്, ദെൻ ഫോറിൻ അഫയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്? യൂണിയൻ ലിസ്റ്റാണ്. ഓക്കെ, വാട്ട് വാസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ബ്ലൂ സ്കൈസ് 2025 ക്യാമ്പയിൻ ലോഞ്ച് ഇൻ ഓഗസ്റ്റ് 2025? ഓഗസ്റ്റ് 2025 ലോഞ്ച് ചെയ്ത ബ്ലൂ സ്കൈസ് 2025 ക്യാമ്പയിൻ്റെ ഉദ്ദേശം, പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റെഡ്യൂസ് അർബൻ എയർ പൊല്യൂഷൻ എന്നുള്ളതാണ്. ഓക്കെ, റെഡ്യൂസ് അർബൻ എയർ പൊല്യൂഷൻ. ദ സെൻസസ് ഇൻ ഇന്ത്യ ഈസ് കണ്ടക്റ്റഡ് once in 10 years under the legal authority of the Census Act of 1948 ആണ്. ഓക്കെ, സെൻസസ് ആക്ട് വന്നത് 1948 സെപ്റ്റംബറിലാണ്. ഓക്കെ, which of the following is not regarded as an advantage of the LPG reforms? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ റിഫോംസിലെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. എക്സ്പാൻഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ ആണല്ലോ, പ്രൈവറ്റൈസേഷൻ വന്നു, സോ പ്രൈവറ്റ് സെക്ടർ എക്സ്പാൻഡ് ആവാൻ തുടങ്ങി. റൈസ് ഇൻ ട്രേഡ് റെസ്ട്രിക്ഷൻ, ട്രേഡ് റെസ്ട്രിക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്തത്, കൂട്ടുകയല്ല ചെയ്തത്, ലിബറൽ ആക്കുകയാണ് ചെയ്തത്. ലിബറൽ മീൻസ് കുറച്ചു. അപ്പോൾ ഇതാണ് ഉത്തരം, റൈസ് ഇൻ ട്രേഡ് റെസ്ട്രിക്ഷൻ. അഡോപ്ഷൻ ഓഫ് അഡ്വാൻസ് ടെക്നോളജി ഓഫ് കോഴ്സ് എടുത്തു. ബൂസ്റ്റ് ഇൻ ഇന്റർനാഷണൽ പാർട്ണർഷിപ്പ്, ഗ്ലോബലൈസേഷനിലുണ്ട്. സോ ഇതിൻ്റെ ഉത്തരം റൈസ് ഇൻ ട്രേഡ് റെസ്ട്രിക്ഷൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോണ്ടിനെൻറ്റ്സ് ഈസ് നോട്ട് ക്രോസ്ഡ് ബൈ ദ ഇക്വേറ്റർ? ഇക്വേറ്റർ ക്രോസ് ചെയ്യാത്തത് ഇതിലേത് കോണ്ടിനെൻറ്റിലൂടെ എന്നാണ് ചോദ്യം. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക. ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം യൂറോപ്പാണ്. കാരണം യൂറോപ്പ് മുകളിലായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ അമേരിക്ക ഇതായി ഇങ്ങനെ വരും, ഇവിടെ സൗത്ത് അമേരിക്ക ഉണ്ട്, സൗത്ത് അമേരിക്ക ഇങ്ങനെ നടക്കും. ദെൻ ഇവിടെ നമ്മുടെ ആഫ്രിക്ക ഇങ്ങനെ വരും, അതിനുശേഷം ദാ ഇവിടെ ഇന്ത്യ ഇങ്ങനെ വരും, ഇങ്ങനെ പോകും. ദാ ഇവിടെ ഇന്തോനേഷ്യ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ചൈന ദാ ഇവിടെ ആയിട്ട് വരും, റഷ്യ വരും അതിൻ്റെ മുകളിൽ. ദെൻ ഇവിടെ നമ്മുടെ ഓസ്ട്രേലിയ ഇങ്ങനെ വരും, ഇവിടെ അന്റാർട്ടിക്ക, ഇവിടെ ആർട്ടിക്. അപ്പോൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഇക്വേറ്റർ പാസ് ചെയ്ത് പോകുന്നത് ദാ ഏറെക്കുറെ ഇങ്ങനെയാണ്, ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ഓക്കെ, ഈ ഇത് നോർത്ത് അമേരിക്കയാണ്, ഇത് സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിൽ ഇത് പാസ്സാവും. സോ സൗത്ത് അമേരിക്കയിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ, ഇങ്ങനെയൊക്കെയുള്ള റീജിയനിലൂടെ പാസ്സാവും. ആഫ്രിക്കയിൽ എടുക്കുകയാണെങ്കിൽ ഉഗാണ്ട, കെനിയ, അതുപോലെ കോങ്കോ, സൊമാലിയ, ഇങ്ങനെയുള്ള റീജിയൻസിലൂടെയൊക്കെ പാസ് ചെയ്യുന്നു ആഫ്രിക്കയിൽ. ദെൻ ഏഷ്യ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്തോനേഷ്യ റീജിയൻസിലൊക്കെ പാസ്സാവും. മാൽദീവ്സ്, ഇന്തോനേഷ്യ, ഇവിടെ മാൽദീവ്സ് ഒക്കെ ഉണ്ട്. മാൽദീവ്സ്, ഇന്തോനേഷ്യ റീജിയൻസിലൂടെ പാസ് ചെയ്ത് പോകും. ഈ 3
കോണ്ടിനെന്റിലൂടെ ഇത് പാസ് ചെയ്യും. സൗത്ത് അമേരിക്ക, ആഫ്രിക്ക ആൻഡ് ഏഷ്യ. ഓസ്ട്രേലിയ ഇല്ല, അന്റാർട്ടിക്ക ഇല്ല, ആർട്ടിക് ഇല്ല, അതുപോലെ ഇവിടെ കിടക്കുന്ന യൂറോപ്പും ഇല്ല. ഓക്കെ. Preparation of report cards, maintaining student records, and creating question papers are actions that are mainly related to which area of computer application? റിപ്പോർട്ട് കാർഡ്, മെയിൻറ്റെയിനിങ് സ്റ്റുഡൻറ് റെക്കോർഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാം ഏതാണ്. സ്പേസ് വരത്തില്ല, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, അതാണ് ഉത്തരം. ബിസിനസ് അല്ല, ഓട്ടോമൊബൈൽ അല്ല. ഓക്കെ, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. വിച്ച് പോളിസി ട്രേഡ് ഓഫ് ലിമിറ്റഡ് ബാലൻസ്ഡ് സെക്ടറൽ ഗ്രോത്ത് ഇൻ ഇന്ത്യ ഡ്യൂറിങ് 1951-1991? ഓക്കെ, 1951-1991 പോളിസി ട്രേഡ് ഓഫിലൂടെ ലിമിറ്റ് ചെയ്യപ്പെട്ട എന്താണ് ബാലൻസ്ഡ് സെക്ടറൽ ഗ്രോത്ത് ഇതിലേതെന്നാണ് ചോദ്യം. പ്രൈവറ്റ് വേഴ്സസ് പബ്ലിക് സെക്ടർ, ഇമ്പോർട്ട് വേഴ്സസ് എക്സ്പോർട്ട്, അഗ്രികൾച്ചർ വേഴ്സസ് ഇൻഡസ്ട്രി, സർവീസസ് വേഴ്സസ് മാനുഫാക്ചറിങ്. ഇതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ പോളിസി ട്രേഡ് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം ഒരു കാര്യം ഇപ്പോൾ ഓക്കെ എ എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് അത് നമ്മൾ വലുതാക്കാൻ വേണ്ടിയിട്ട് അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബി എന്ന് പറയുന്ന മറ്റൊരു കാര്യത്തിന് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്താണ് അതിൻ്റെ പ്രയോറിറ്റി നമ്മൾ കുറയ്ക്കുന്നു, അഥവാ അതിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു. ബീനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് എയിനെ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ വന്നതാണ് 1951-91 കാലഘട്ടത്തിൽ നമ്മുടെ 5 ഇയർ പ്ലാൻസിലൂടെയൊക്കെ എന്ത് ചെയ്തു, ഒരുപാട് ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവന്നു. സെക്കൻഡ് 5 ഇയർ പ്ലാനൊക്കെ എടുത്തറിയാം, ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ ആയിരുന്നു മെയിനായിട്ടും ഉണ്ടായിരുന്നത്. സോ ഇവിടെ വന്നു വെച്ചാൽ അഗ്രികൾച്ചർ വേഴ്സസ് ഇൻഡസ്ട്രിയാണ് ഉത്തരം. അതായത് അഗ്രികൾച്ചർ എന്ത് ചെയ്തു, സാക്രിഫൈസ് ചെയ്തുകൊണ്ടുകൊണ്ട് ഇൻഡസ്ട്രിയെ വളർത്തിക്കൊണ്ടുവന്നു. ഓക്കെ, അഗ്രികൾച്ചർ ആയിരുന്നു എ, അഗ്രികൾച്ചർ ആയിരുന്നു ബി. ഓക്കെ, അഗ്രിയാണ് ബി, ഇൻഡസ്ട്രിയാണ് എ. അഗ്രിയെ എന്ത് ചെയ്തു, സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രിയെ വളർത്തിക്കൊണ്ടുവന്നു. സോ അതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ. വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം എനേബിൾസ് ഇറ്റ് ടു പെർഫോം എക്സ്ട്രീംലി കോംപ്ലക്സ് കാൽക്കുലേഷൻസ് വിത്തിൻ സെക്കൻഡ്? വളരെ കുറഞ്ഞ സമയം കൊണ്ട് എക്സ്ട്രീംലി കോംപ്ലക്സ് കാൽക്കുലേഷൻ. ഓക്കെ, ഇതിൻ്റെ ഉത്തരം സ്പീഡ്. കമ്പ്യൂട്ടറിൻ്റെ സ്പീഡാണ് എന്താണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ വലിയ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ ഫോർ ഹിസ് കൊളാബറേഷൻ വിത്ത് ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ്സ് ആൻഡ് ഈസ് ഓർ വാസ് എ റിനൗണ്ട് തബല മാസ്ട്രോ? ഓക്കെ, തബല മാസ്ട്രോ ഇതിനകത്ത് ആരാണെന്നാണ്. ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ്. തബല മാസ്ട്രോ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, സക്കീർ ഹുസൈനാണ്. ഓക്കെ, സക്കീർ ഹുസൈനാണ് തബല മാസ്ട്രോ. ദെൻ ഹരിപ്രസാദ് ചൗരസി എടുക്കുകയാണെങ്കിൽ ഫ്ലൂട്ട് അല്ലെങ്കിൽ ബാൻസുരി. ഫ്ലൂട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ബാൻസുരിയാണ് കറക്റ്റ്. ഓക്കെ, ബാൻസുരിയാണ് ഹരിപ്രസാദ് ചൗരസ്യ. ദെൻ സാജിദ് ഹുസൈൻ ആണെങ്കിൽ മണ്ടോലിനാണ്. മണ്ടോലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിത്താർ പോലെ ഇരിക്കുന്ന ഒരു എന്താണ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ദെൻ EM സുബ്രഹ്മണ്യം ഘട്ടം ഒരു പെർക്കഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷേ എന്താണ് പെർക്കഷൻ മീൻസ് ഇത് സോളിഡ് പെർക്കഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. കുടം ഇങ്ങനെ ഒരു കുടം കാണും, കുടത്തിൻ്റെ മുകളിലാണ് ഇങ്ങനെ കൊട്ടുന്നത്. ഓക്കെ, അതാണ് ഘട്ടം. ഓക്കെ. In 2025, the Supreme Court of India, in the case State of Tamil Nadu versus Governor of Tamil Nadu, ruled that a state governor cannot exercise which of the following over a bill duly passed by the state legislature? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ് ചെയ്ത ബില്ലിന് എന്ത് ചെയ്യാൻ, ഗവർണറിന്, ഒരു സ്റ്റേറ്റ് ഗവർണറിന് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോർട്ട് ഈ ഒരു കേസിൽ, സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാട് കേസിൽ വിധിച്ചത് എന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം പോക്കറ്റ് വീറ്റോ ആണ്. പോക്കറ്റ് വീറ്റോ ചെയ്യാൻ പറ്റില്ല. പോക്കറ്റ് വീറ്റോ എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രസിഡന്റിനും ഗവർണറിനൊക്കെ ഉള്ളൊരു എന്താണ് ഒരു വീറ്റോ പവറാണ്. അതായത് ഇപ്പോൾ ഒരു ബില്ല് സൈൻ ചെയ്യാനായിട്ട് ലാസ്റ്റ് ഇപ്പോൾ സ്റ്റേറ്റിലാണെങ്കിൽ അത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ അവസാനം വരുന്നത് ഗവർണറിലാണ്, അല്ല സെൻട്രലാണെങ്കിൽ അത് പ്രസിഡന്റിലാണ് വരുന്നത്. പ്രസിഡന്റാണ് അവിടെ അസെൻഡ് ചെയ്യാനുള്ളത്, ഇവിടെ ഗവർണർ. അപ്പോൾ ഗവർണറിന് എന്ത് ചെയ്യാം, അത് ബില്ല് വന്നു കഴിഞ്ഞാൽ ആ ബില്ലിൻ്റെ കാലാവധി കഴിയുന്നത് വരെ വേണമെങ്കിൽ അതിനെ പോക്കറ്റ് വീറ്റോ ചെയ്യാം. അതായത് അതിന് സൈൻ ചെയ്യാതെ മാറ്റി വയ്ക്കാം, റീറ്റേൺ ചെയ്ത് വയ്ക്കാം. അതിനാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് സുപ്രീം കോർട്ട് ഈ ഒരു കേസിൽ ഗവർണറിൻ്റെ പോക്കറ്റ് വീറ്റോ എടുത്ത് കളഞ്ഞു. ഓക്കെ. In December 2025, the Punjab government directed strict enforcement of which policy to safeguard school children during dense winter fog? Mandatory visibility measures, reduced speed, reflectors, headlights and fog lights. ഓക്കെ, ഡിസംബർ 2025 പഞ്ചാബ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പോളിസി, നമ്മുടെ സ്കൂൾ ചിൽഡ്രൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ടുവന്നൊരു പോളിസിയാണ് വിൻ്റർ ഫോഗിനൊക്കെ വേണ്ടിയിട്ട് എതിരായിട്ട്. മോട്ടോർ വെഹിക്കിൾ സേഫ്റ്റി കംപ്ലയൻസ് പ്രോഗ്രാം, സേഫ് സ്കൂൾ വെഹിക്കിൾ പോളിസി, നാഷണൽ റോഡ് സേഫ്റ്റി പോളിസി,
നാഷണൽ സ്കൂൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഗൈഡ് ലൈൻസ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സേഫ് സ്കൂൾ വെഹിക്കിൾ പോളിസിയാണ്. സേഫ് സ്കൂൾ വെഹിക്കിൾ പോളിസിയിലൂടെയാണ് നമ്മുടെ വിൻ്റർ ഫോഗിൽ നിന്ന് സ്കൂൾ ചിൽഡ്രൻസിനെ സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ടുവന്ന പോളിസി, പഞ്ചാബ് ഗവൺമെൻറ് കൊണ്ടുവന്ന പോളിസിയാണ് സേഫ് സ്കൂൾ വെഹിക്കിൾ പോളിസി. വിച്ച് ഐലൻഡ് കൺട്രി along with ശ്രീലങ്ക ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് ഇന്ത്യസ് സദേൺ നെയ്ബർ അക്രോസ് ദ ഇന്ത്യൻ ഓഷൻ? ഇന്ത്യൻ ഓഷൻ്റെ അടുത്ത് ഇന്ത്യൻ ഓഷനിൽ കിടക്കുന്ന ശ്രീലങ്ക കൂടാതെ പിന്നെയുള്ള ഇന്ത്യയുടെ സദേൺ നെയ്ബർ ആരാണെന്ന് നമുക്കറിയാം, മാൽദീവ്സ് ആണ്. കാരണം ഇന്തോനേഷ്യയൊക്കെ കുറച്ചുകൂടി ഇപ്പുറത്തോട്ടാണ്, ഭൂട്ടാൻ മുകളിലാണ്. നമ്മുടെ സിക്കിമിൻ്റെ അരുണാചൽ പ്രദേശിൻ്റെ ഇടയ്ക്കാണ് ഭൂട്ടാൻ വരുന്നത്. തായ്ലൻഡ് ആണെങ്കിലും അഗെയിൻ കുറച്ചുകൂടി ഇപ്പുറത്തോട്ടാണ്. മാൽദീവ്സ് നമ്മുടെ ലക്ഷദ്വീപിൻ്റെ അടുത്തായിട്ട് കിടക്കും. ഓക്കെ. വിച്ച് മിനിസ്ട്രി വാസ് പ്രൈമർലി റെസ്പോൺസിബിൾ for implementing online child safety initiatives as of December 2025? ഡിസംബർ 2025 പ്രകാരം ഓൺലൈൻ ചൈൽഡ് സേഫ്റ്റി ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്ന അതിനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള മിനിസ്ട്രി ഇതിലേതാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്, MEITI. ഓക്കെ, ഇതിൻ്റെ മിനിസ്റ്റർ ആരാണ്? നമ്മുടെ അശ്വിനി വൈഷ്ണവാണ് മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അതുപോലെ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് എടുക്കുകയാണെങ്കിൽ അമിത് ഷായാണ്. മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ധർമ്മേന്ദ്ര പ്രധാനാണ്. ആൻഡ് വീരേന്ദ്രകുമാറാണ് മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി ദ പ്രഷർ ഓഫ് വാട്ടർ അറ്റ് ദ ബേസ് ഓഫ് എ ലേക്ക് ഓഫ് ഹൈറ്റ് 20 മീറ്റർ? 20 മീറ്റർ ഹൈറ്റുള്ള ഒരു ലേക്ക്. ഓക്കെ, ലേക്ക് 20 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. അതിൻ്റെ പ്രഷർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അതിൻ്റെ ബേസില, ഏറ്റവും താഴത്തെ ബേസില പ്രഷർ എത്രയാണെന്ന് ചോദ്യം. അപ്പോൾ ഇതിന് മുകളിലേക്ക് 20 മീറ്റർ പൊക്കത്തിൽ വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി വന്നിട്ടുണ്ട് 1 കിലോഗ്രാം പെർ ലിറ്റർ. അതുപോലെ ആക്സലറേഷൻ ഓഫ് ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ നോക്കണേ അറിയാം, ഇത് മീറ്ററാണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത് മാത്രം കിലോഗ്രാം പെർ ലിറ്റർ ആണ്. സോ ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? 1 കിലോഗ്രാം പെർ ലിറ്റർ എന്ന് വെച്ചാൽ 1000 ഇൻറ്റു ചെയ്താൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. നമുക്കറിയാം എന്താണ് പ്രഷർ ഈക്വൽ ടു ഫോഴ്സ്, പ്രഷർ ഈക്വൽ ടു mgh, അല്ലെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു mgh. കാരണം അവിടെ നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് തന്നിരിക്കുന്നത്. ഹൈറ്റ് വന്നിട്ടുണ്ട് 20, അതുപോലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8. മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയമാണ്. അപ്പോൾ മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ ഓക്കെ, ഡെൻസിറ്റി ഇൻറ്റു വോളിയമാണ് മാസ്. ഡെൻസിറ്റി നമുക്കറിയാം 1000 ആണെന്ന്. ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ്. അപ്പോൾ ഇൻറ്റു 1, 1000 ഇൻറ്റു 1 1000 കിട്ടും. ദെൻ mgh ചെയ്യുമ്പോൾ 1000 ഇൻറ്റു 9.8 ഇൻറ്റു 20. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 196,000 പാസ്കൽ. ഓക്കെ, 1,96,000 പാസ്കലാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇതിൽ ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. mgh ഇട്ടാണ് ചെയ്യേണ്ടത്. അതുപോലെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ദെൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. മാസ് എടുക്കുന്നതിൽ മാത്രമായിരിക്കും ഒരു ഡൗട്ട് വരുന്നത്. നമുക്ക് ഹോൾ ലേക്കിൻ്റെ വോളിയം ഒന്നും തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിൽ 1 മീറ്റർ ക്യൂബിൻ്റെ വോളിയം എടുത്ത് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഡെൻസിറ്റി നമ്മൾ 1000 ആയിട്ട് എടുക്കുകയും ചെയ്തു. അതുപോലെ വോളിയം നമ്മൾ 1 മീറ്റർ ക്യൂബായിട്ട് എടുത്തു. ഓക്കെ, സോ അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ഡേയിലെ ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു മൈ ലെക്ചർ. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.